ഹലോ ഗായ്സ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വേരിയൻസസ്. സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോൾ ആ ഒരു ഡിഫറൻസിനെ പറയുന്നതാണ് വേരിയൻസ്. സോ വേരിയൻസ് ഈസ് ദ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽ ഫ്രം ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽ. ഓക്കെ, ആക്ച്വലായിട്ട് നമുക്കുണ്ടാകുന്ന ചിലവ് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്, ഇതും നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് വേരിയൻസ്. വേരിയൻസ് ഫേവറബിളും ആവാം, അൺഫേവറബിളും ആവാം. എന്താണ് ഫേവറബിൾ വേരിയൻസ്? നമ്മുടെ ബിസിനസ്സിന് ഫേവറബിളായിട്ട് വരുന്നത്. ഇപ്പം കോസ്റ്റിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഫേവറബിൾ വേരിയൻസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാളും കുറഞ്ഞു വരണം. ഇനി പ്രോഫിറ്റും സെയിൽസും ഒക്കെയോ കൂട്ടാനാണ് നമ്മുടെ ലക്ഷ്യം. സോ അതിൻ്റെയൊക്കെ പ്രോഫിറ്റിൻ്റെ സെയിൽസിൻ്റെ ഒക്കെ കേസിൽ ഫേവറബിൾ വേരിയൻസ് വരണമെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് അഥവാ സെയിൽസ് കൂടി നിൽക്കണം. ഓക്കെ, അതുപോലെ അൺഫേവറബിൾ വേരിയൻസ് നമ്മുടെ ബിസിനസ്സിന് അൺഫേവറബിളാണ്, ബിസിനസ്സിന് നഷ്ടത്തിലോട്ട് കൊണ്ടുപോകുന്ന വേരിയൻസ് ആണ് അൺഫേവറബിൾ വേരിയൻസ്. കോസ്റ്റിൻ്റെ കേസിൽ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന ആ ലിമിറ്റിലും കൂടി നിൽക്കുന്നത്. പ്രോഫിറ്റിൻ്റെ കേസിലോ പ്രോഫിറ്റ് അഥവാ സെയിൽസിൻ്റെ ഒക്കെ കേസിൽ ആക്ച്വൽ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്നും കുറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡീവിയേഷനാണ്. ഫേവറബിൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന വേരിയൻസ്. അൺഫേവറബിൾ വേരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ നഷ്ടത്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന വേരിയൻസ്. ഇനി വേരിയൻസിനെ കൺട്രോളബിൾ എന്നും അൺകൺട്രോളബിൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് കൺട്രോളബിൾ വേരിയൻസ്? നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള നമുക്ക് മാറ്റാൻ പറ്റുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേരിയൻസ്. ഇഫ് വേരിയൻസ് ഈസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻസി ഓഫ് കോസ്റ്റ് സെൻറ്റർ, ഓക്കെ, ഇറ്റ് ഈസ് ദ വേരിയൻസ് ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ്. നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന വേരിയൻസ് ആണ് കൺട്രോളബിൾ വേരിയൻസ്. ഫോർ എക്സാമ്പിൾ, എക്സസീവ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ 1 കിലോ പ്ലാസ്റ്റിക് നമ്മൾ വാങ്ങിച്ചാൽ അതിൽ നിന്നും 100 ബാഗ് ഉണ്ടാക്കാം, അതാണ് സ്റ്റാൻഡേർഡ്. പക്ഷേ നമ്മൾ 50 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി മൊത്തം വേസ്റ്റ് ആക്കി കളയുക. അത് നമ്മുടെ ഡിവിഷൻ്റെ ഒരു അനാസ്ഥയാണ്, ഇന്നെഫിഷ്യൻസിയാണ്. അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അതാണ് കൺട്രോളബിൾ വേരിയൻസ്. കൂടുതലായിട്ടും ഓർഗനൈസേഷൻ്റെ അകത്തുനിന്ന് വരുന്ന ഇന്നെഫിഷ്യൻസീസ് മൂലമാണ് ഇങ്ങനെയുള്ള വേരിയൻസ് വരുന്നത്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി അൺകൺട്രോളബിൾ വേരിയൻസ് അറൈസസ് ഡ്യൂ ടു എക്സ്റ്റേണൽ റീസൺസ് ബിയോണ്ട് അവർ കൺട്രോൾ. ഇറ്റ് ഈസ് നോട്ട് കൺട്രോളബിൾ. നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേരിയൻസ് ആണ് അൺകൺട്രോളബിൾ വേരിയൻസ്. നോ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ക്യാൻ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ആരെയും നമുക്ക് ഇതിൻ്റെ പേരിൽ റെസ്പോൺസിബിൾ ആക്കാനോ ആരുടെയും മേലെ പ്രഷർ അപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം എംപ്ലോയീസ് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാണ് നമുക്കൊരു നഷ്ടം ഉണ്ടാകുന്നതെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് വഴക്ക് പറഞ്ഞാൽ അത് ശരിയായിക്കോളും. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണെങ്കിൽ ആരെയും റെസ്പോൺസിബിൾ ആക്കാൻ പറ്റാത്ത കേസിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ, ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ ആ ഒരു സാധനത്തിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് മാറി, അതിലാരെയും നമുക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും നമുക്ക് റെസ്പോൺസിബിൾ ആക്കാനോ ഒന്നും പറ്റില്ല. സോ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത വേരിയൻസ് ആണ് അൺകൺട്രോളബിൾ വേരിയൻസ്. ഇനി കോസ്റ്റ് എലമെൻറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് വേണം വേരിയൻസിനെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, ലേബർ കോസ്റ്റ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ഓവർ ഹെഡ് റേറ്റ് വേരിയൻസ്, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. പല വേരിയൻസും അവയുടെ പോസിബിൾ ആയിട്ടുള്ള കോസസും റെസ്പോൺസിബിൾ പേഴ്സൺസുമാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. നമ്മൾ ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസിൽ, മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയലാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വാങ്ങുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രൈസിൽ വേരിയൻസ് വരും. ഇപ്പം നമ്മൾ 10 രൂപയാണ് ഒരു റോ മെറ്റീരിയലിന് കൊടുക്കേണ്ട വരിക എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി അതിലും കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് കൊടുക്കേണ്ട വന്നു. കൂടുതലായാലും കുറവായാലും ഇവിടെ വേരിയൻസ് ആണ്. എന്തൊക്കെയായിരിക്കും അതിൻ്റെ റീസൺസ്? ചേഞ്ചസ് ഇൻ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൽ മൊത്തത്തിൽ വരുന്ന ചേഞ്ചസ്, അത് അൺകൺട്രോളബിൾ ആണ്. പിന്നെ ഇൻഎഫിഷ്യൻറ്റ് ബൈയിങ്, നമ്മൾ കൃത്യമായ രീതിയിൽ ബാർഗെയിൻ ഒന്നും ചെയ്യാതെ വാങ്ങിച്ചത്, അത് നമ്മുടെ പ്രൈസ് കൂട്ടാം. അത് പർച്ചേസ് ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് കൺട്രോളബിൾ ആണ്, നമ്മൾ അതിൻ്റെ മെഷേഴ്സ് സ്വീകരിക്കണം. പിന്നെ എമർജൻസി പർച്ചേസ്, പെട്ടെന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കധികം ബാർഗെയിനിങ് ഒന്നും പറ്റത്തില്ല, നമ്മളാണ് ആവശ്യക്കാർ. പക്ഷേ അങ്ങനെയുള്ള കേസിൽ പ്രൊഡക്ഷൻ അഥവാ സെയിൽസ് മാനേജറെ റെസ്പോൺസിബിൾ ആക്കണം. അവർ കൃത്യമായിട്ട് മെറ്റീരിയലിനൊരു
എന്താണ് എക്സ്ട്രാ യൂസേജ് വരുമെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ മെറ്റീരിയലിൻ്റെ നീഡൊക്കെ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ എമർജൻസി പർച്ചേസ് ഒഴിവാക്കാം. പിന്നെ ലോസ് ഓഫ് ഡിസ്കൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുക. അത് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാത്ത മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ലാസ്റ്റ് ടൈം പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാതെ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസ്കൗണ്ട് നഷ്ടപ്പെട്ടു പോകാം. അതിന് അക്കൗണ്ട്സ് ഓഫീസറിനെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാം. അല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല, സ്കേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തരുന്ന നമ്മുടെ സപ്ലയേഴ്സ് വില കൂട്ടിയേ നമുക്ക് തരുള്ളൂ. അതും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഫാക്ടറിൽ അൺകൺട്രോളബിൾ ആണ്. സോ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസിൽ വേരിയൻസ് വരാം. അതുപോലെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, നമ്മൾ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിൽ വരുന്ന വേരിയൻസ്. അതിനെന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ? ഒന്ന് എക്സസീവ് വേസ്റ്റേജ്, ആവശ്യത്തിലധികം ചുമ്മാ പാഴാക്കി ഉപയോഗിക്കുക. അതിന് നമുക്ക് ഫോർമനെ ഉണ്ടാക്കുന്ന ആരാണോ അവരെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാം, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ കെയർലെസ് ഹാൻഡ്ലിങ്, കെയർലെസ് ആയിട്ട് നമ്മൾ നമ്മുടെ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അത് കേടാക്കിയൊക്കെ കളഞ്ഞാൽ അത് എന്താണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് കാരണമാകും. സ്റ്റോർ കീപ്പറിനെ നമുക്കതിൽ റെസ്പോൺസിബിൾ ആക്കാം. പിന്നെ പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിച്ചാലേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് പർച്ചേസ് ഓഫീസറിനെ റെസ്പോൺസിബിൾ ആക്കാം. പിന്നെ റോങ് സ്പെസിഫിക്കേഷൻ, നമ്മൾ ഇത്ര മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നാണ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരുന്നത്, പക്ഷേ ആ ഒരു സ്പെസിഫിക്കേഷൻ തെറ്റായിപ്പോയി. അതിന് നമുക്ക് ആരെ റെസ്പോൺസിബിൾ ആക്കാം? പ്ലാനിങ് എഞ്ചിനീയർ. പിന്നെ റോങ് മിക്സർ ഓഫ് മെറ്റീരിയൽ, നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു മിക്സിലല്ല നമ്മൾ മെറ്റീരിയൽ എടുത്തത്, അത് ആ ഒരു പ്രൊഡക്ഷൻ മാനേജറിനെ നമുക്ക് റെസ്പോൺസിബിൾ ആക്കാം. അല്ലെങ്കിൽ ഇൻകറക്റ്റ് സെറ്റിംഗ് ഓഫ് മെറ്റീരിയൽ, കറക്റ്റായിട്ട് നമ്മൾ മെറ്റീരിയൽസ് സെറ്റ് ചെയ്യാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൂലം മെറ്റീരിയലിൻ്റെ യൂസേജിൽ വേരിയൻസ് വരും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് പേ വേരിയൻസ്, നമ്മൾ ലേബേഴ്സിന് കൊടുക്കുന്ന റേറ്റ് വേജസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടിയോ കുറഞ്ഞോ വരാം. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? റോങ് ഗ്രേഡ് ഓഫ് ലേബേഴ്സിന് ഗ്രേഡ് അനുസരിച്ചാണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ലോവർ ഗ്രേഡിലുള്ള ആളെ വെറുതെ ആ ഒരു ജോബാണ്, ലോവർ ഗ്രേഡിൻ്റെ ജോബാണ് ചെയ്യുന്നത്, പക്ഷേ ഹയർ ഗ്രേഡ് കൊടുത്തേക്കുക, അതൊരു എക്സസ് പേയ്മെൻറ്റിന് കാരണമാകും. അതുപോലെ ജനറൽ റൈസ് ഇൻ വേജസ്, അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല. ജനറലായിട്ട് എംപ്ലോയീസിന് വേജസ് ഇത്രയും കൊടുക്കണമെന്ന് ഗവൺമെൻറ് റെഗുലേഷനോ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്ട്രൈക്ക് നടത്തി വേജസ് കൂടുതൽ വേണമെന്നൊക്കെ പറയുന്ന കേസുകൾ. അല്ലെങ്കിൽ ഓവർ ടൈം ഫോർ അർജൻറ്റ് വർക്ക് എന്ന് വന്നപ്പോൾ ഓവർ ടൈം കൊടുക്കേണ്ടി വന്നു, ഓവർ ടൈമിന് ഉറപ്പായിട്ടും ഇരട്ടി പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴും പേയ്മെൻറ്റിൽ വേരിയൻസ് വരും. ഇനി ലേബർ എഫിഷ്യൻസി വേരിയൻസ്, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്ത് അത്ര എഫിഷ്യൻ്റായിട്ട് ലേബേഴ്സ് വർക്ക് ചെയ്തില്ല. അതെന്തൊക്കെ കൊണ്ടാവാം? ഒന്നെങ്കിൽ ഇൻഎഫക്റ്റീവ് സൂപ്പർവിഷൻ, നന്നായിട്ട് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ പുവർ വർക്കിംഗ് കണ്ടീഷൻ. ഇനി അതുപോലെ തന്നെ ഐഡിൽ ടൈം വേരിയൻസ്, നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, കുറച്ചൊക്കെ ഐഡിൽ ടൈം നമുക്ക് ഉറപ്പായിട്ടും വേണം. കാരണം എംപ്ലോയീസ് ഫുൾ ടൈം വർക്ക് ചെയ്താൽ അവർ മടുക്കും. സോ ഐഡിൽ ടൈം ആവശ്യമാണ്, എന്നാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനേക്കാളും ഐഡിൽ ടൈം വേണ്ടി വരുന്ന കേസുകൾ എന്തൊക്കെയാണ്? ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ ഇല്ലാത്ത കൊണ്ട് പണി നടക്കാതെ വരുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി, അല്ലെങ്കിൽ പവർ ഫെയിലിയർ, അല്ലെങ്കിൽ ടൈം ലോസ്റ്റ് ഇൻ ഗെറ്റിംഗ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ വെറുതെ സമയം പാഴാക്കി കളയുക, അതും കമ്പനിക്ക് നഷ്ടം വരുത്തുന്ന ഒരു വേരിയൻസ് ആണ്. ഇനി അതുപോലെ എക്സ്പെൻഡിച്ചർ വേരിയൻസ്, മൊത്തത്തിൽ വരുന്ന എക്സ്പെൻഡിച്ചറിൽ വരുന്ന വേരിയൻസ് എന്താണ്? റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവല്, ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ഇൻഎഫിഷ്യൻറ്റ് കൺട്രോള്, ഇതൊക്കെ നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വരുത്തുന്ന വേരിയൻസ് ആണ്. അതുപോലെ വോളിയം വേരിയൻസ്, നമ്മുടെ വോളിയം പ്രൊഡ്യൂസ്ഡ്, നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇത്ര ഔട്ട്പുട്ട് ഈ മാസം പ്രൊഡ്യൂസ് ചെയ്യുന്നായിരുന്നു, ഇപ്പോൾ 1 kg ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു വിശ്വസിച്ചിരുന്നത്, പക്ഷേ അത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ്? ലാക്ക് ഓഫ് ഓർഡേഴ്സ്, നമുക്ക് ആവശ്യത്തിന് ഓർഡർ കിട്ടാത്തയാവാം, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ ആ ഒരു പ്രൊഡക്ഷൻ സൂപ്പർവൈസ് ചെയ്യാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ മെഷീനറി നന്നായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാവാം, വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാവാം, വർക്കിംഗ് അവേഴ്സ് കൂടുതലോ കുറവോ ഒക്കെ ആയതുകൊണ്ടാവാം, അൺഎക്സ്പെക്റ്റഡ്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ വോളിയത്തിൽ വേരിയൻസ് വരാം. ഇനി സെല്ലിംഗ് പ്രൈസ് വേരിയൻസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു പ്രൈസിന് വിൽക്കാൻ പറ്റിയില്ല, എന്തൊക്കെ കൊണ്ടുവരാം? അൺഎക്സ്പെക്റ്റഡ് കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടിയാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നമുക്ക് സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല. റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവല്, പുവർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ വേരിയൻസ് വരാം. അപ്പോൾ ജനറലായിട്ട് പല വേരിയൻസും അവയുടെ കാരണങ്ങളും കൂടിയാണ് ഡിസ്കസ് ചെയ്തത്. മൊത്തത്തിൽ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്നും മാറി വരുന്ന ഒരു ഫിഗറിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജനറലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.